വിശ്വാസമല്ല, വിശ്വസ്തതയാണ് വരണത്. വെച്ചാൽ എന്താണ് വിശ്വസ്തത എന്ന് പറയുന്നത്? ഫിഡേലിറ്റി. എന്താണത്? സർവൈവിങ് ഫെയ്ത്ത് എന്ന് പറയും. സർവൈവിങ് ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ ഫെയ്ത്തിന് ഇങ്ങനെ ഷോർട്ട് ടൈം ഫെയ്ത്ത് ഉണ്ട്. കർത്താവ് പറയും ഷോർട്ട് ടൈം ഫെയ്ത്ത് എന്നുവെച്ചാൽ അല്പവിശ്വാസി. എന്നുവെച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷെ 2-3 ദിവസത്തെ വിശ്വാസമേ ഉള്ളൂ. അതാണ് അല്പവിശ്വാസി. എന്താണ് കാര്യം? ഫെയ്ത്ത് ഷോർട്ട് ടൈം ആകാൻ കാരണം അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ പത്രോസ് കർത്താവ് കടലിന് മീതെ നടന്നു വന്നത് കണ്ടപ്പോൾ, ഇപ്പോൾ കടലിന് മീതെ നടക്കുന്നത് ഒരു പൊട്ടൻസിയാണെന്ന് മനസ്സിലായി പത്രോസിനെ. കടലിൽ നീന്തിയിട്ടുള്ള ആളാണ്, പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ കടലിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോഴേ പത്രോസ് പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് യു, ലെറ്റ് മീ ഓൾസോ കം ടു യു. നീയാണ് എങ്കിൽ എന്നെ കൂടി നിൻ്റെ അടുത്ത് വരാൻ അനുവദിക്കാൻ. അപ്പോഴ് പുള്ളിക്ക് ഭയങ്കര എന്നെ കൂടി നിൻ്റെ അടുത്ത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. കൈകൾ വീശിക്കൊണ്ട് ആരാധന യേശുവേ ആരാധന. ആരാധന, ആരാധന യേശുവേ ആരാധന. സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കടലിരമ്പം പോലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 14:28. മത്തായി 14:28. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. അപ്പോൾ ഈശോ എന്ത് പറയും? ഖാം എന്ന് പറയും. വരൂ, അവൻ പറഞ്ഞു. വരൂ. അപ്പൊ എന്താ പ്രശ്നം? ഖാം എന്ന് പറയുമ്പോൾ അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഒരു ചെറിയ ഇരുട്ടുണ്ടേ, അതുകൊണ്ടാണ് ആളെ മനസ്സിലാകണില്ല. പക്ഷേ കർത്താവിൻ്റെ ഉടുപ്പും മുടി കാറ്റത്ത് പറക്കണ കണ്ടിട്ട് ഏറെക്കുറെ അങ്ങല്ലാതെ വേറെ ആരും ഇങ്ങനെ വരാൻ സാധ്യതയില്ല. അതൊക്കെ ഒരു നോളജാണ് പുള്ളിയുടെ. അതാണ് കർത്താവ് അങ്ങാണെങ്കിൽ ഈ കടലിൻ്റെ മീതെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നെയും അനുവദിക്കാൻ പറയും. പക്ഷേ അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഫീൽ എന്താണ്? നോട്ട് ഫെയ്ത്ത് ഫീലിംഗ് അല്ല ഇതിൻ്റെ അകത്തുള്ളത്, ഒരു ലവ് ഫീലിംഗ് ആണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ആ പേഴ്സണൽ റിലേഷനിൽ വരുന്ന സാധനം ഒരു ലവ് ഫീലിംഗ് ആണ്. ക്രിസ്തുവുമായിട്ട് ഒരു ലവ് ഫീലിംഗ്, വ്യക്തിപരമായ ലവ് ഫീലിംഗ് സാധ്യമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ അപ്പോസ്തലനാണ് പത്രോസ്. യോഹന്നാനൊക്കെ പിന്നെ വരുന്ന ആൾക്കാരാണ്. സെക്കൻഡ് ടൈമിലാണ് യോഹന്നാനൊക്കെ വരുന്നത്. അത് അവസാനം അങ്ങനെയാണ്. ക്രിസ്തുവിനോട് ഒരു പേഴ്സണൽ റിലേഷൻ, നമുക്ക് ദൈവത്തോടൊരു വിശ്വാസ റിലേഷനല്ലേ ആൾക്കാർക്ക് ഉണ്ടാകണത്. അതിനേക്കാൾ ഉപരി ഒരു ലവ് റിലേഷൻ ക്രിസ്തുവുമായിട്ട് സാധ്യമാണെന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നത് പത്രോസിനോട് ചേർന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള മഹാവിശുദ്ധന്മാരൊക്കെ, അറിയപ്പെടാത്ത വിശുദ്ധന്മാരും അറിഞ്ഞ വിശുദ്ധന്മാരും എല്ലാം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ലെവലിലല്ല, പിന്നെ എന്താണ് ഒരു പേഴ്സണൽ ലെവൽ, സ്നേഹത്തിൻ്റെ ലെവലിലാണ്. ഇപ്പം ചിലരൊക്കെ പറയും ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നില്ലേ, മാതാവ് എന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് പറയും. അതായത് ഒരു സമയത്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് സത്യസന്ധമാണ് ദൈവത്തെ മനസ്സിലായാൽ ദൈവം പിന്നെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതിന് ഒരു പഞ്ഞമില്ല ആ സംഭവത്തിന്. നമുക്ക് ദൈവം പറയുന്ന പോലെ നമ്മൾക്ക് മനസ്സിൽ ആത്മാവിൽ നമുക്ക് തോന്നിക്കുകയും നമ്മൾ അതുപോലെ ചെയ്യുകയും അതെല്ലാം സത്യമാകുകയും ചെയ്യും. ഈ ഉടമ്പടി വന്നത് അങ്ങനെയല്ലേ, ഒരു ഇൻട്രാക്ഷൻ ഡയലോഗിലാണ് ഇതെല്ലാം വരണം. അല്ലാതെ ആരെങ്കിലും എന്നെ പഠിപ്പിച്ചതാണ് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പെന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ സംസാരത്തിൽ നിന്ന് കർത്താവ് നമുക്ക് ഉള്ളിൽ വെളിവാക്കി തന്നെ കാര്യങ്ങളാണ്. അപ്പോൾ ഉപ്പ് എനിക്കറിയത്തില്ല, ഉപ്പിന് ഇത്രയും കണ്ട് ആധികാരിക ശക്തി ദൈവത്തിൻ്റെ നാമത്തിൽ ഉപ്പ് എന്ന് പറയുന്ന മീഡിയത്തിന്
അവകാശ ശക്തി, അധികാര ശക്തി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉപ്പ് ജനങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അത് വളരെ മനോഹരമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ റെഫറൻസ് തിരക്കി ബൈബിളിൽ ചെല്ലുമ്പോഴാണ് ഉപ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള പല ഭാഗങ്ങൾ കാണുന്നത്. അപ്പോഴാണ് ഉപ്പിന് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ളത്, നമുക്ക് ഉടമ്പടിയുടെ ടേംസ് കിട്ടണത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേർച്ച വസ്തുക്കൾക്കും തന്നെ ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിൽ വളരെ തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള സൂചകങ്ങളുള്ളതാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ എന്താണ്, അതൊക്കെയാണ് ഉടമ്പടി ധ്യാനത്തിൽ പറയണത്. അതുകൊണ്ടാണ് അത് ടെക്നിക്കൽ നോളജാണ്, ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അപ്ഡേഷൻസ് വരണം, എല്ലാത്തിനും പുതിയ പുതിയ അപ്ഡേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പടയാളികളെന്നും പറഞ്ഞൊരു വംശം തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അവർ അതിമനോഹരമായ രീതിയിൽ വെന്റിലേറ്ററിലും ICUവിലും, അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ, ഇന്ത്യയിൽ തന്നെ UPSൽ 2 സീറ്റേ ഉള്ളൂ, അതിലൊരു സീറ്റ് ഇവർക്ക് കിട്ടും, പക്ഷേ ഇവർക്ക് മെറിറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവേ, ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഉടമ്പടിയുടെ കത്തിജ്വലിക്കുന്ന ആധാരങ്ങളിൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് എല്ലായിടത്തും ആപ്ലിക്കേറ്റാണ്. ഇതിന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഉടമ്പടി ഇത്രയും ജ്വലിക്കാൻ കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ കഴിവ് കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ടാണെന്ന്. അതാണ് ഇത്. നിങ്ങൾ ഉടമ്പടി എടുത്തവർ ശരിക്കും പറഞ്ഞാൽ ഒരു ലെറ്റർ പാഡിൽ എഴുതിയിട്ട് നിങ്ങളുടെ എവിടെ കാണപ്പെടുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കേണ്ടതാണ്. നിങ്ങളെ ഈ കുടുംബം ഇനി റൺ ചെയ്യാൻ പോണത് നോട്ട് ബൈ മെറിറ്റിലാണ്. അതായത് അടിച്ചു വെക്കണം ശരിക്കും, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ